നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ മാസം ഹെൽത്ത് ഇൻഷുറൻസുകളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നല്ല റെസ്പോൺസ് ആണ് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയത്. അതിന്റെ കമന്റ് ബോക്സിൽ പല ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള പല ആളുകളും മറ്റുള്ള ആളുകൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു. ഒത്തിരിയധികം ആളുകൾ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു എന്ന് അറിയിക്കുകയുണ്ടായി. ചില ആളുകൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ട്, ചില ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. കമന്റിന് റിപ്ലൈ ആയിട്ട് സംശയം ദൂരീകരിക്കുന്നതിലും എളുപ്പമാണല്ലോ ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തുന്നത്. അന്ന് നമ്മൾ പോളിസി ബസാർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തിയിട്ടാണ് ഇൻഷുറൻസ് എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ എടുക്കാമെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തിയത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ റീസണേ ഉള്ളൂ. 51 കമ്പനികളുടെ ഇൻഷുറൻസുകൾ നമുക്ക് അവിടെ ഒരൊറ്റ വിൻഡോയിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയത് അതിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്താൽ മതി. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണോ ഏജന്റ് വഴി പർച്ചേസ് ചെയ്യുന്നതാണോ നല്ലത് എന്ന് ഒരു ചോദ്യം പ്രധാനപ്പെട്ടതായിട്ട് വരികയുണ്ടായി. അതിന്റെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏജന്റിന് ഒരു കമ്പനി ആയിട്ടായിരിക്കും ടൈപ്പ്, അല്ലെങ്കിൽ 2 കമ്പനികൾ കൂടെ ആയിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ നിങ്ങൾ നിർബന്ധിതമാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ നിങ്ങളുടെ വീടിനടുത്ത് ഏറ്റവും കൂടുതൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റലുള്ള മറ്റൊരു ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ പോളിസി ബസാർ നിങ്ങളുടെ മുൻപിലേക്ക് 51 കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇതിനോടൊപ്പം വരുന്ന ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ ക്ലെയിം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏജന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ക്ലെയിം പ്രോസസ്സ് ഈസി ആയിരിക്കില്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് കമ്പനിയിൽ നിന്നാണ്. ഒരു ഏജന്റ് മാത്രമാണ്. ക്ലെയിം നടപടികൾ ചെയ്യേണ്ടത് കമ്പനിയാണ്. കമ്പനിയുമായിട്ട് ഏജന്റ് വഴി കണക്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങളുടെ പരിചയക്കാരനായിട്ടുള്ള ഏജന്റ് വഴി കണക്ട് ചെയ്യുന്ന സമയത്തും പോളിസി ബസാർ വഴി കണക്ട് ചെയ്യുന്ന സമയത്തും ഒരേ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. പോളിസി ബസാർ 30 മിനിറ്റിൽ ക്ലെയിം സപ്പോർട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏജന്റിന്റെ ഹോം വിസിറ്റ് വരെ ഈ ഒരു ഓൺലൈൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, NRIs ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ടോ? നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു കാലത്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു പ്രായത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. അതേപോലെ ഗൾഫ് കൺട്രീസിലുള്ള ആളുകൾ, മലേഷ്യയിലുള്ള ആളുകൾ, അവരൊക്കെ അവരുടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഫാമിലി ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ തണലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ടെൻഷൻസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് NRIsന് ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടെ ഉണ്ട്. അവർക്ക് 18% GST അടയ്ക്കേണ്ടതില്ല. മറ്റൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ബസാർ ആപ്പിൽ നോക്കിയ സമയത്ത് റേറ്റ് കൂടുതലാണല്ലോ. 390 രൂപ മന്ത്ലി അടച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, എനിക്കത് കിട്ടിയില്ല. അവിടെയാണ് നമ്മൾ പ്രായത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. 22 വയസ്സിൽ ജോലി കിട്ടുന്ന ഒരാൾ ആ ഒരു സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി, യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാത്ത ഒരു സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി അടയ്ക്കേണ്ടുന്ന ഒരു പ്രീമിയം ആയിരിക്കില്ല 40 വയസ്സിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ 50 വയസ്സിൽ ആഗ്രഹിക്കുന്ന ഒരാൾ അടയ്ക്കേണ്ടത്. പ്രായം കൂടുന്തോറും കമ്പനികൾക്ക് റിസ്ക് കൂടുകയാണ്. നിങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു റിസ്ക് കൂടുന്നത് കൊണ്ടാണ് പ്രായം കൂടിയ ആളുകൾക്ക് ഇൻഷുറൻസിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിക്കുന്നത്. നിങ്ങൾ 20 വയസ്സ് മുതൽ ഇൻഷുർഡ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 22 വയസ്സ് മുതൽ ഇൻഷുർഡ് ആണ് എന്നുണ്ടെങ്കിൽ, 25 വയസ്സ് മുതൽ ഇൻഷുർഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം തുക വളരെ തുച്ഛമായിട്ടായിരിക്കും അടയ്ക്കേണ്ടി വരിക. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം യുവാക്കളൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഇൻഷുറൻസ് കിട്ടുമോ? അവർക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല, 50 വയസ്സിന് മുകളിലേക്കായി. ഉറപ്പായും കിട്ടും. 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും ഇൻഷുറൻസ് കിട്ടും. സീനിയർ സിറ്റിസൺസിന് വേണ്ടിയുള്ള പ്ലാനുകളും നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. പ്രായം കൂടുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് നൽകുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ചില രീതികൾ വെച്ച് പുലർത്താറുണ്ട്. നിങ്ങൾ പോളിസി ബസാറിൽ കയറുന്ന സമയത്ത് പല പ്ലാനുകൾ കാണുന്ന സമയത്ത് ആ ഒരു പ്ലാനുകളിൽ ഓരോന്നും, ഓരോ കമ്പനികൾ നൽകുന്ന പ്ലാനുകളിൽ ഓരോന്നും എടുത്ത് പഠിച്ച് അവരുടെ രീതികൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്ലാൻ എടുക്കേണ്ടതാണ്. ചില കമ്പനികൾ മെഡിക്കൽ ടെസ്റ്റ് ആവശ്യപ്പെടാറുണ്ട്. ചില കമ്പനികൾ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ മാത്രമേ എടുക്കാറുള്ളൂ. നിങ്ങൾ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ നൽകേണ്ടതാണ്. അങ്ങനെ കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം വരുന്ന സമയത്ത് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു അസുഖമുണ്ട്, ആ ഒരു അസുഖം അവിടെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അതില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം വരുന്ന സമയത്ത് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ നിന്നിട്ട് അവരത് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ക്ലെയിം റിജക്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു തന്നെ പറയേണ്ടതാണ്. അതേപോലെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ പുകവലിക്കാറുണ്ടോ, നിങ്ങൾ മദ്യപിക്കാറുണ്ടോ എന്നുള്ളതൊക്കെ. നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങൾ വളരെ ചെറിയ രീതിയിൽ പുകവലിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ
അത് ചെയ്യാറുണ്ട് എന്ന്, അത് ഏതൊരളവിൽ ചെയ്യാറുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് തന്നെ പറയേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ മറുപടി പറയേണ്ട ഒരു സംഗതിയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉള്ള ആളുകളുടെ ഇൻഷുറൻസിനെ കുറിച്ചിട്ട്. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട ക്ലെയിം വല്ലതും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓരോ കമ്പനികൾക്കും 2 മുതൽ 4 വർഷം വരെയുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് ക്ലെയിം കൊടുക്കുന്ന ഒരു കാര്യത്തിൽ. ആ ഒരു 2 മുതൽ 4 വർഷം വരെ ഉള്ള വെയിറ്റിംഗ് പീരീഡിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ കമ്പനികൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ എടുക്കുന്നത് ആ ഒരു ഏജന്റ് വിളിക്കുന്ന സമയത്ത് അയാളോട് എല്ലാം വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് എന്നുള്ളത് നോക്കാം. ഹൈ ബ്ലഡ് പ്രഷർ. നിങ്ങൾ അമ്മയ്ക്ക് നല്ല BP ഉണ്ട്, ആ ഒരു സമയത്താണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നത്. നിങ്ങൾക്ക് അത് അവിടെ ഉറപ്പായും തുറന്ന് പറയേണ്ടതുണ്ട്. അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുതൽ 4 വർഷം വരെ വെയിറ്റിംഗ് പീരീഡിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് ക്ലെയിം കിട്ടുന്നതാണ്. ഡയബറ്റീസ്, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, ആസ്മ, ക്യാൻസർ, ഹെർട്ട് ഡിസീസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കുട്ടികൾക്ക് നമ്മൾ ഏത് പ്രായം മുതലാണ് ഇൻഷുറൻസ് എടുക്കേണ്ടത്? 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു അമ്മയാവാൻ പോകുന്ന ഒരാളാണ്, അമ്മയാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരു മെറ്റേണിറ്റി കവർ കൂടെ നിങ്ങളുടെ ഇൻഷുറൻസിൽ വളരെ നേരത്തെ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 2 വർഷത്തിന് ശേഷം നിങ്ങൾ കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം കുട്ടികളെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു മെറ്റേണിറ്റി കവർ നിങ്ങളുടെ ഇൻഷുറൻസിൽ ആഡ് ഓൺ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഡേ 1 മുതൽ തന്നെ കവർ ലഭിക്കുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ 90 ദിവസം മിനിമം പ്രായമുള്ള കുട്ടിക്കാണ് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, കുടുംബത്തിലെ ഒരാളെയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? പോളിസി റിന്യൂ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കും ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ യങ് ആയിട്ടുള്ള കപ്പിളാണ്, നിങ്ങൾ 2 പേരും കൂടെ ഒരു ഫാമിലി ഇൻഷുറൻസ് പ്ലാനിലേക്ക് എടുക്കുക. മാതാപിതാക്കളെ വേറൊരു പ്ലാനിലേക്ക് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക. കാരണം അവർക്ക് ക്ലെയിം സാധ്യതകൾ കൂടുതലായി വരാറുണ്ട്. അങ്ങനെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നോ ക്ലെയിം ബോണസിനെയും അത് ബാധിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അച്ഛൻ, അമ്മ, കുട്ടി എന്നിവർ ഉള്ള ഒരു പ്ലാനും പ്രായമായിട്ടുള്ള ആളുകൾക്ക് മറ്റൊരു പ്ലാനുമാണ് ബെറ്റർ. ഈ ഫാമിലി ഇൻഷുറൻസ് പ്ലാന് അല്ലാത്ത പ്ലാനുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നിച്ച് ആ ഒരു തുക അടയ്ക്കേണ്ടേ എന്നൊരു ഡൗട്ട് പല ആളുകൾക്കുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മന്ത്ലി EMI സ്കീമും ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കിട്ടുന്നതാണ്. 3 വർഷത്തെ ഇൻഷുറൻസ് 3 വർഷമായിട്ട് മന്ത്ലി അടയ്ക്കാനായിട്ടുള്ള സ്കീമുകൾ വരെ, പേ ലേറ്റർ സ്കീമുകൾ വരെ നമുക്ക് ഓൺലൈനായിട്ട് പോളിസി ബസാറിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് കിട്ടാറുണ്ട്. അതും ഇന്നത്തെ കാലത്ത് പല ആളുകൾക്കും ഒരു റിലീഫാണ്. മന്ത്ലി ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ സാലറിയിൽ നിന്ന് ഒരു ചെറിയ തുക മാറ്റി വെച്ചാൽ മതി. സാലറി എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു ഡൗട്ടിന് ഉത്തരം കൊടുക്കാം. കമ്പനിക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്, എംപ്ലോയീസിന് ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് ഞാനൊരു ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട്. ഉറപ്പായും എടുക്കേണ്ടതാണ്. കമ്പനി എംപ്ലോയീസിന് കൊടുക്കുന്ന ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അവർ കസ്റ്റമൈസ് ചെയ്ത് വളരെ ബേസിക് ആയിട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾ അഡീഷണൽ കവറുകളൊക്കെ ആഡ് ചെയ്ത് നിങ്ങളുടെ ഒരു രീതിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് എടുക്കേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ്. അതേപോലെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു കമ്പനിയിൽ എത്ര നാൾ തുടരുന്നോ ആ ഒരു കാലഘട്ടത്തോളമായിരിക്കും ഇൻഷുറൻസ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഇൻഷുറൻസ് അവിടെ ഉണ്ടാവേണ്ടതാണ്. നിലവിലുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ സർവീസുകളിൽ സാറ്റിസ്ഫൈഡ് അല്ല, മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായും പോർട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസും ഓൺലൈനിൽ അവൈലബിൾ ആണ്. പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് മസ്റ്റായും ചെയ്യേണ്ട ചില സംഗതികളുണ്ട്. നിങ്ങൾ ഏത് കമ്പനിയിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മുഴുവൻ പ്ലാനുകളും മനസ്സിലാക്കി, അവരുടെ വെയിറ്റിംഗ് പീരീഡ് മനസ്സിലാക്കി നേരത്തെ തന്നെ പരിരക്ഷ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ പോർട്ട് ചെയ്ത് പിന്നെ വെയിറ്റിംഗ് പീരീഡ്, ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, ആരോഗ്യപരമായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ അതിൻ്റെ പ്രോസസ്സുകൾ ചെയ്യുക. നിലവിലുള്ള ഇൻഷുറൻസ് തീരുന്നതിന് മുൻപ് തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ ഇൻഷുറൻസ് ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നിലവിൽ ഭേദമായ അവസ്ഥയിലുള്ള ആളുകൾ, ഹാർട്ട് സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് കിട്ടുമോ? ഒരു കാലത്തൊന്നും കിട്ടില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇൻഷുറൻസ് കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ധാരാളം കമ്പനികൾ ഡിഫറെൻറ്റ് പ്ലാനുകൾ നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട്. ഒരു ഏജൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ 1-2 കമ്പനിയിൽ നിന്നുള്ള പ്ലാനുകളിലേക്ക് ലിമിറ്റഡ് ആയി പോവാതെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് പല പ്ലാനുകൾ വെച്ച് കമ്പയർ ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് പ്ലാൻ, അതിപ്പോൾ ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് എടുത്താലും അതേപോലെ തന്നെ ഓൺലൈനായിട്ട് എടുത്താലും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്.
പോളിസി ബസാർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓൺലൈനായിട്ട് എടുക്കുന്ന സമയത്ത് 25% ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഒരു അഡീഷണൽ ബെനിഫിറ്റ്. പരിരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിനകത്തെ പ്രയോറിറ്റി. കൂടുതൽ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കമൻറ്റ് ബോക്സിലുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ മറുപടി നൽകാം. എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. നന്ദി.